പ്രൊഫസർ നമ്മുടെ ആ കൗന്ദയൻ ഇവർക്ക് പാണ്ഡവർ എന്നുള്ള പേര് വന്നത് പാണ്ഡുവിന്റെ മക്കൾ എന്നുള്ള പാണ്ഡുവിന്റെ വിവാഹശേഷം ജനിച്ച കുട്ടികൾ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉള്ള അർത്ഥത്തിൽ മാത്രമേ പാണ്ഡുവിന്റെ ഭാര്യമാർക്കുണ്ടായ കുഞ്ഞുങ്ങൾ എന്നേ അർത്ഥമാക്കും. പക്ഷേ കുന്തിക്ക് ജനിച്ച 4 മക്കളുണ്ട്. അതാരാ? ഒന്നാമത്തത് കർണൻ, രണ്ടാമത്തത് യുധിഷ്ഠിരൻ, മൂന്നാമത്തത് ഭീമൻ, നാലാമത്തത് അർജുനൻ. ഇവരെല്ലാവരും അർത്ഥ സഹോദരന്മാരാണെന്ന്, അല്ലെങ്കിൽ യൂട്ടറൈൻ ബ്രദേഴ്സ് എന്ന് മാത്രം വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ദുര്യോധനൻ. കൗരവന്മാര് അത് ഒരു മാംസപിണ്ഡത്തിൽ നിന്ന് ജനിച്ച ധൃതരാഷ്ട്രയുടെ ബീജത്തിൽ നിന്ന് ജനിച്ചവരും അവര് പൂർണ്ണമായും ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും മക്കള് തന്നെയാണ്. ഇവിടെ ആ പ്രശ്നം വരുന്നില്ല. ഹാഫ് ബ്രദർ എന്ന് പറയാനൊക്കുകയില്ല, യൂട്രൈൻ ബ്രദർ നമ്മളെ നിയമത്തിൽ പറഞ്ഞ. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഭരണത്തിന്റെ അധികാരികൾ അങ്ങനെ വരുമ്പോഴും കൗരവന്മാരല്ലേ? അതാണ് ദുര്യോധനന്റെ ആദ്യത്തെ ചോദ്യം. ഈ ചോദ്യം ദുര്യോധനൻ ഉന്നയിക്കുന്നു നിരവധി തവണ. അത് ഏറ്റവും പ്രധാനമായിട്ട് ആയുധ പ്രദർശന ദിവസം ഇവരുമായിട്ട് നേരിടേണ്ടി വരുമ്പോൾ ആരായിരിക്കണം അടുത്ത യുവരാജാവ് എന്നുള്ളത് കണ്ടെത്താനാണ് ആയുധ പ്രദർശനം നടത്തുന്നത്. ആയുധ പ്രദർശനം നടത്തുമ്പോൾ അതിൽ ഓരോരുത്തരോടും ദുര്യോധനൻ അടുത്ത് ചെന്നിട്ട് യമരാജാവിന്റെ പുത്രനല്ലേ എന്ന് ചോദിക്കുകയും അവരെയൊക്കെ മാനസികമായി തളർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് ദേവേന്ദ്രന്റെ മകനല്ലേ? ദുര്യോധനോട് നിലവിട്ട് പെരുമാറുന്ന ഒരു കഥാപാത്രം ഭീമൻ മാത്രമേ ഉള്ളൂ. ഭീമൻ ആയോധന പ്രദർശനത്തിന് പകരം അതൊരു യുദ്ധമായിട്ട് തന്നെ കണക്കാക്കുകയും അതോടുകൂടി ആയോധന പ്രദർശനത്തിന്റെ നിയമാവലി തെറ്റിച്ചതുകൊണ്ട് ഭീമനെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. ഈ സമയത്താണ് എനിക്ക് ഏറ്റവും പ്രഗത്ഭനായ എൻ്റെ ശിഷ്യൻ ആയ അർജുനൻ വരുന്നുണ്ട്. പാണ്ഡവ മധ്യമൻ, അവന് കവിഞ്ഞൊരു വില്ലാളി ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പറയുന്നു. ദ്രോണാചാര്യരുടെ ആ വാക്കാണ്. അപ്പൊ ഇടയ്ക്ക് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. മഹാഭാരതത്തിലെ വേറൊരു നീച കഥാപാത്രമാണ് ഈ ദ്രോണാചാര്യർ. അത് പറയാതിരിക്കാൻ ഒക്കില്ല. കാരണം പലതരത്തിലുള്ള വ്യാഖ്യാതാക്കളുടെ തന്ത്രങ്ങളൊക്കെ എടുത്താലും താൻ പഠിപ്പിക്കാത്ത ഒരാളിന്റെ വിരല് മുറിച്ച് വാങ്ങി ആ വിരല് മുറിച്ച് ഇതിലൂടെ അതിനെ നീചമാണെന്ന് പറഞ്ഞത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ്. പറഞ്ഞു. അതെ, 2013 സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റ് 3 അംഗ ബെഞ്ചിൽ ജസ്റ്റിസ് മാർക്കണ്ഡേയ കാട്ജു ഏറ്റവും ആദിവാസികൾക്കും സമൂഹത്തിലെ താഴെ കിടക്കുന്നവരെയും ഇത്രയും ദ്രോഹിച്ച ഒരു നീചനായ ഗുരു ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നെ അതിശയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. മാർക്കണ്ഡേയ കാട്ജു പുരാണങ്ങളിലും അതുപോലെ തന്നെ മീമാംസയിലും അസാധാരണ പാണ്ഡിത്യമുള്ള ആളായിരുന്നു. അദ്ദേഹം എഴുതിയ വിധി പലരും കണ്ടിട്ടില്ല, കണ്ടവരാരും പിന്നീട് അത് എഴുതിയിട്ടുമില്ല. എന്നാൽ ഇത് കാണാതെ ഒരു പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അജയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അത് ഇംഗ്ലീഷിൽ രചിക്കപ്പെട്ടതാണ്. ആനന്ദ നീലകണ്ഠൻ എന്ന എഴുത്തുകാരനാണ് അത് എഴുതിയത്. അദ്ദേഹവും ചെന്നെത്തുന്നത് ദ്രോണർ ഒരു നീച കഥാപാത്രമാണ്. എന്തായാലും ദ്രോണർ എന്ന നീച കഥാപാത്രത്തെ കുറിച്ച് ആനന്ദ് നീലകണ്ഠൻ കണ്ടെത്തിയത് ഈ ജഡ്ജിമെന്റ് വായിച്ചിട്ടല്ല എന്നുള്ളത് ഉറപ്പിക്കാം. അതുപോലെ സമാനമായ രീതിയിൽ മാർക്കണ്ഡേയ കാട്ജു എന്തായാലും അജയ വായിച്ചിട്ടുമില്ല. അപ്പൊ ജസ്റ്റിസ് മാർക്കണ്ഡേയ കാട്ജുവിന്റെ ഈ വിധി
സത്യത്തിൽ എന്നെ ഈ വിഷയത്തിൽ പഠിക്കാനായിട്ട് താല്പര്യം എടുത്ത് ഒരു ഘടകം അദ്ദേഹത്തിന്റെ വിധിയാണ്. ഇത് 2013 വന്ന വിധിയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് സമർത്ഥന്മാരെ അംഗീകാരം കിട്ടാത്തപ്പോൾ നമ്മൾ അവർക്കൊരു പദം വിശേഷിപ്പിക്കാറുണ്ട്. അവനൊരു ഏകലവ്യനാണ്. അത് ശരിയാണ്. അല്ല, അത് കർണനെ കുറിച്ചും പറഞ്ഞൂടെ? അല്ല, കർണന് പരശുരാമന്റെ ശിഷ്യത്വം കിട്ടി. ഓ, അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ്. പരശുരാമന്റെ ശിഷ്യൻ എന്ന് മാത്രമല്ല, പരശുരാമന്റെ വത്സല ശിഷ്യൻ എന്നും പറയണം. താൻ കള്ളൻ പറഞ്ഞു ഗുരുവിനോട് എന്ന് ആണ് പരശുരാമന്റെ ശാപത്തിന്റെ ഗുണമെങ്കിലും അത് അവന്റെ കുറ്റം കൊണ്ടല്ല എന്ന് ഉള്ളത് തിരികെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ഗുരുവും കൂടെ ആയിരുന്നു പരശുരാമൻ. അതുകൊണ്ടാണ് ബ്രഹ്മാസ്ത്രത്തിന് സമമായ ഭാർഗവാസ്ത്രം അദ്ദേഹം ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ പ്രിസംഷൻ സർ നേരത്തെ പറഞ്ഞല്ലോ. അതെ, ഈ പാണ്ഡവർ എന്നുള്ള ആ പ്രയോഗം അത് ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ നിയമത്തിൽ അത് കൊണ്ടുവന്നു. അത് ബ്രിട്ടീഷുകാർ ഇതിൽ നിന്നാണ് എടുത്തതെന്നുള്ളതിന് എന്തെങ്കിലും നമുക്ക് കാണിക്കാനുണ്ട്? ഉണ്ട്. ഇതിന്റെ കമന്ററി വായിച്ചാല് അതിനകത്ത് പരാമർശം ഈ സെക്ഷനെ സംബന്ധിക്കുന്ന കമന്ററിയിൽ അത് പറയുന്നുണ്ട്. സാഹിബ് അത്രയും അതിനു വേണ്ടി അല്ല, ഈ ഇന്ത്യൻ ഇതിഹാസങ്ങളെ കുറിച്ച് ഒരു വേള ഇന്ത്യക്കാരെക്കാൾ ആഴത്തിൽ പഠിച്ചിട്ടുള്ളത് ഇംഗ്ലീഷുകാരാണെന്ന് പറയേണ്ടി വരും. മാക്സ് മുള്ളർ ഇന്ത്യയെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ജർമ്മനായിരുന്നു. അദ്ദേഹം ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന് സ്വാമി വിവേകാനന്ദൻ വരെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഗംഗാ നദിയിലെ ആളുകൾ കുളിക്കുന്ന ഒരു ചിത്രം കണ്ടു. ഈ ചിത്രം എൻ്റെ തലച്ചോറിലൂടെ കടന്നു പോയപ്പോൾ അതെല്ലാം ചലിക്കുന്ന ചിത്രങ്ങളാണ്, പടം വരച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു അനുഭൂതിയായിട്ടാണ് അത് തോന്നിയത്. അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് ICSR ക്ലാസ് എടുക്കാൻ ശ്രമിച്ച ആളാണ്. അതിനിടയിലാണ് ഇത് പഠിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിൽ വന്നിട്ടില്ല. മാക്സ് മുള്ളർ നമ്മുടെ ദയാനന്ദ സരസ്വതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, മഹർഷി ദയാനന്ദ സരസ്വതി പറഞ്ഞിട്ടുള്ളത് മോക്ഷമൂലരെ എന്നാണ് സംസ്കൃതത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നാണ്. മൂലർ, അതാണ് മാക്സ് മുള്ളർ. അങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്. രണ്ട്, ഈ ഇംഗ്ലീഷുകാർക്ക് ഉള്ളതുപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തെ കടന്ന് ആഴത്തിൽ പഠിക്കുന്നതിന് തയ്യാറായിട്ടുള്ളവരാണ് മുഗളന്മാരുണ്ട്. അതിലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഔറംഗസീബിന്റെ മൂത്ത ജ്യേഷ്ഠനായ ദാര, അദ്ദേഹത്തെ ഔറംഗസീബ് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ ദാരയാണ് പേർഷ്യൻ ഭാഷയിലേക്ക് നമ്മുടെ ഉപനിഷത്ത് പരിഭാഷപ്പെടുത്തിയത്, ഉപനിഷത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ അവരോട് കാര്യങ്ങൾ പഠിച്ചാൽ ഇന്ത്യയിലൊരു വലിയ ഒരു സംസ്കാരം നിലനിന്നിരുന്നു. ചർച്ചിൽ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിട്ട് വരും. നിങ്ങൾ കുറച്ച് നേരത്തെ വന്നു, ഞങ്ങൾ കുറച്ച് താമസിച്ചു വന്നു. എല്ലാവരും വെളിയിൽ നിന്ന് വന്നവര് തന്നെ. അല്ല, അപ്പൊ ഇന്ത്യൻ ഒറിജിൻസ് ആരാ സാർ? അവര് ദ്രവീഡിയൻസ്. അവർക്ക് ഇവിടെ അഡ്രസ് ഇല്ല. അവര് കാട്ടി കിടക്കുന്ന യഥാർത്ഥത്തിലുള്ള ആൾക്കാരുണ്ട്. അവരാണ്. പിന്നെ ഇതിനകത്ത് ഇതിനെ ഒരു മേമ്പൊഴി ചേർക്കുന്ന ഒരു ഘടകം കൂടെ പറയേണ്ടി വരും. അത് നിയമങ്ങളെ ക്രോഡീകരിക്കുന്ന സമയത്ത് ബ്രാഹ്മണർ അതിസമർത്ഥമായിട്ട് ഇതിൽ ചില കൈകടത്തലുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കൈകടത്തലുകൾ നടത്തി അവർ ജനങ്ങളെ പറ്റിച്ചതിനെ കുറിച്ച് ആധികാരികമായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു പുസ്തകങ്ങളുണ്ട്. അത് ഇംഗ്ലീഷിൽ എഴുതിയതാണ്. അത് മറ്റാരുമല്ല, നാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ധർമ്മതീർത്ഥർ. അദ്ദേഹത്തിന് പിൽക്കാലം അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് പോകുന്നു. ജോൺ ധർമ്മതീർത്ഥർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. അതില് ഈ ബ്രാഹ്മണിക്കൽ തിറണി എന്താണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഓരോരോ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ തട്ടിക്കൂട്ടി ആളുകളെ കബളിപ്പിച്ച് അവിടെ സ്വർഗരാജ്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഈ ജനതയെ വഴിതെറ്റിക്കുന്ന ഇവരുടെ ബൗദ്ധികമായ ക്രൗര്യം.
അതൊരു ആ ബുക്ക് റിലീസ് ചെയ്തത് ലാഹോറിൽ വെച്ചാണ്. അത് ശരി. അതിന് ആ പുസ്തകത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ അംബേദ്കറും ആ. അന്ന് ലേഖനം എഴുതിയിട്ടുണ്ട്. ധർമ്മതീർത്ഥർ ഉൾപ്പെടെയുള്ള അന്നത്തെ നാരായണ ഗുരുവിന്റെ, അദ്ദേഹം പൂർവാശ്രമത്തിൽ പരമേശ്വരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓ ശരി. പരമേശ്വര മേനോനാണ്. ആ. അഭിഭാഷകനായിരുന്നു. ഓ അത് ശരി. 3 കൊല്ലം ഗുരുവിനെ പഠിച്ച് ആ. ആ 3 കൊല്ലവും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും പഠിക്കുകയും ശിവഗിരിയുടെ മാനേജരായിട്ട് ഇരിക്കുകയും ചെയ്ത ആളാണ്. അത് ശരി. എന്നിട്ടാണ് സന്യാസിയായത്. അത് ശരി. ആ. അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനം ഗുരുദേവനോടുള്ള- കൊണ്ടാണോ ആ. എന്നറിയില്ല. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധർമ്മസംഘം എന്ന വാക്ക് വരുന്നത് അവിടെയാണ്. ശ്രീനാരായണ ധർമ്മസംഘം. അന്നത്തെ ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാവരും മഹാപണ്ഡിതന്മാരും ഉം. വാഗ്മികളും അസാധാരണമായ ധിഷണാശാലികളായിരുന്നവരാണ്. അതിനെക്കുറിച്ച് ഒരു കഥയായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ടെങ്കിലും പറയാം. ശിവഗിരിയുടെ ധർമ്മസംഘത്തിന്റെ സ്കീം ഹൈക്കോടതി തയ്യാറാക്കുമ്പോൾ ഉം. ജസ്റ്റിസ് MS മേനോനും പിന്നെ കുമാരപിള്ള ജഡ്ജിയുമാണ് ഇരിക്കുന്നത്. ആ. അപ്പൊ അവരുടെ കൂടെ പഠിച്ചവരൊക്കെയാണ് ഇതിൽ പലരും സന്യാസിമാര്. അത് ശരി. അവരെ അന്ന് കോടതിയിൽ ഇരുന്നപ്പോ പറയും, നിങ്ങൾ തയ്യാറാക്കൂ, ഏ. നിങ്ങളെക്കൊള്ളം അറിവ് നമുക്ക് ഇതിലൊന്നും ഇല്ല ഇല്ലെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി കൊടുക്കുന്നത് അവർ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നല്ല. അത്ര വരെ ഒരു ബഹുമാനം കൊടുത്തിരുന്നു. അല്ല, അത്രയും പ്രഗത്ഭരായിരുന്നു അന്നത്തെ ശിഷ്യന്മാർ. അവിടെ 59 വരെയും അവരുടെ പിന്നെ ഇതുണ്ടല്ലോ, പിന്നെ ഡെയിലി പ്രൊസീഡിങ്സ്, ആ. മിനിറ്റ്സ് ആ. എല്ലാം ഇംഗ്ലീഷില്, മലയാളത്തിലില്ല. ശിവഗിരിയിലെ ആ. 59 വരെ. കാരണം പിന്നെ ആ പ്രൊസീഡിങ്സിന്റെ കോപ്പി നമ്മുടെ ജസ്റ്റിസ് KS പരിമോഹനൻ 2 കൈ കൊണ്ടും തൊട്ട് കണ്ണിൽ വെച്ചതിന് ശേഷം തുറക്കൂ. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് ശരി. അത്ര ബഹുമാനമായിരുന്നു അവരോട് വെക്കാം. അത് ശരി. എനിക്കത് ശ്രേഷ്ഠന്മാരുണ്ട്. അത് ഈ ഇതിഹാസങ്ങളെ കുറിച്ച് നമ്മൾ ഈ കാണുന്ന മുഖങ്ങളല്ല, ഇവിടെ ഈ നമ്മുടെ ഇപ്പൊ മഹാഭാരതം തന്നെ എടുത്താൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നിയമം, ഷേക്സ്പിയറൻ ലോ എന്ന് പറയുന്നത് ഇന്നും ബ്രിട്ടനിലും അതുപോലെ തന്നെ ഫ്രാൻസിലും ഒക്കെ അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും അതിൽ പങ്കെടുക്കുന്നവർ സാഹിത്യകാരന്മാരായ അധ്യാപകരും നിയമജ്ഞന്മാരുമാണ്. അവരതിന് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങളും അത്ഭുതകരമാണ്. പക്ഷേ അതിൻ്റെ ഒരു അംശത്തിലേക്ക് പോലും നമ്മൾ തിരിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഷേക്സ്പിയറിയൻ ലോ എന്ന് പറയുന്ന ഒരു അല്ലേ, അതിനൊരു ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. മർച്ചന്റ് ഓഫ് വെനീസ്. മർച്ചന്റ് ഓഫ് വെനീസിനകത്ത് ഒരു വലിയ നിയമപ്രശ്നം വരുന്നുണ്ട്. നിയമപ്രശ്നം എല്ലാരും കഥയായിട്ട് കേട്ടിട്ടുള്ളത്. ഷൈലോക്ക് പറയുന്നു, എനിക്ക് അയാളുടെ നെഞ്ചിലെ ഒരു റാത്തൽ മാംസം, അല്ല നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഒരു റാത്തൽ മാംസം കിട്ടണം, അല്ലാതെ എനിക്ക് 6000 ഡക്കറ്റോ 60,000 കിട്ടിയാലും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് അത് എടുക്കാം, പക്ഷെ ഒരു തുള്ളി ചോര പിടിഞ്ഞൂടാ. ചോര പിടിയാതെ എങ്ങനെ എടുക്കാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യത്തത് മതി. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇത് നേരത്തെ ഓപ്റ്റ് ചെയ്തു പോയി. ഒന്ന് എലക്ട് ഡോക്ടർ ഓഫ് ഇലക്ഷൻ ആണ്. യു ഹാവ് ചോസൺ വൺ തിങ്, സോ യു കനോട്ട് കൺസിഡർ ഡോക്ടർ ഓഫ് ഇലക്ഷൻ അവിടെ കൊണ്ടുവന്നു. അപ്പൊ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പക്ഷെ ഇതൊക്കെ കഥയായിട്ടാണ്. ഇനി ഇതിന്റെ നിയമമുണ്ട്. സൈപ്രസില് ഒരു ക്രിസ്ത്യന്റെ ബ്ലഡ് താഴെ വീണ് കഴിഞ്ഞാൽ അതിന് കാരണമാകുന്നവന്റെ മുഴുവൻ സ്വത്തും സർക്കാരിൽ നിക്ഷിപ്തമാകും. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഷൈലോക്ക് ഒരു പെനൂറിയസ് പേഴ്സണായി തെണ്ടി നടക്കും. അതിനിടയിൽ ഷൈലോക്ക് പറയുന്നുണ്ട്, എനിക്ക് ആ ബറബാസിന്റെ ജീസസിനോടൊപ്പം കുരിശിലിടാൻ വെക്കുകയും നാട്ടുകാർ ബറബാസിനെ വിട്ടുതരൂ, ക്രിസ്തുവിനെ തൂക്കിക്കൊല്ലുമെന്ന് പറഞ്ഞ കുരിശിൽ കൊല്ലുമെന്ന് പറയുന്ന ആളുകളാണല്ലോ അന്നുണ്ടായിരുന്നത്. അപ്പം അവരുടെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചെറുമക്കൾ ആരെങ്കിലും ഇപ്പോഴും ജീവിച്ചിട്ടുമുണ്ടോ, എനിക്ക് എൻ്റെ മകളെ അവൾക്ക് കൊടുക്കണം എന്ന് വരെ പറയുന്നുണ്ട്. നാടകത്തിൽ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ നിയമം, ഈ രക്തം പൊടിഞ്ഞു വീണ് കഴിഞ്ഞാൽ ഒരു
സൈപ്രസിൽ വീണ് കഴിഞ്ഞാൽ ഉം. ആ വീഴ്ത്തുന്നവനായ ആ. ജൂതന്റെ സ്വത്തുക്കൾ മുഴുവൻ നഷ്ടപ്പെടും. ആ നിയമത്തെക്കുറിച്ചുള്ള അറിവാണ് ഷേക്സ്പിയറുടെ മർച്ചന്റ് ഓഫ് വെനീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന് സമാനമായ അനേകം ഉദാഹരണങ്ങൾ മഹാഭാരതത്തിലുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് നമ്മുടെ മോർട്ട്ഗേജ് നിയമം. ശരി. ഇപ്പം നമുക്ക് പല പണയ നിയമങ്ങളുണ്ട്. നമ്മൾക്ക് യൂസഫ്രക്ടറി മോർട്ട്ഗേജ് ഉണ്ട്. ആദായം എടുക്കുന്ന, അതെ, അതാണ് യൂസഫ്രക്ടറി മോർട്ട്ഗേജ്. അതേ സമയത്ത് ഈ മോർട്ട്ഗേജിൽ വെക്കുന്നതിന് ഏത് വസ്തുവാണ് അല്ല, അതിനെ ആദ്യം നമ്മൾ വിശേഷിപ്പിക്കുന്ന വസ്തു എന്നാണ്. ഇപ്പം നിങ്ങൾ സ്വർണ്ണ പണയത്തിന് വാങ്ങിക്കുമ്പോൾ അത് മൂവബിളാണ്. നമ്മൾ ഈ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാവരവും ജംഗമവും. പാഞ്ചാലി ജംഗമ വസ്തു ആവുകയാണ് ഈ പണയം വെച്ചതോടുകൂടി ജംഗമ വസ്തു ആവുന്നു. അതെ, 5 പേർ കൂടിയുള്ള. അതുകൊണ്ടാണ് പാഞ്ചാലിയുടെ തത്വവും പാഞ്ചാലി നടത്തിക്കൊണ്ടുവന്ന ഒരു ആചാരവും ദായക്രമവും ഇന്ത്യൻ നിയമത്തിൽ പിന്നെ സ്വീകരിക്കാതിരുന്നത്. ഇന്ത്യയിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയേ ഉള്ളൂ. അത് ആകെ പറഞ്ഞ് ചെയ്ത ഒരേ ഒരു കഥാപാത്രമേ മഹാഭാരതത്തിലുള്ളൂ. അതാണ് ദുര്യോധനൻ. ദുര്യോധനൻ ഒരു ഭാര്യ മാത്രമേ. അതാണ് ഭാനുമതി. അത് ശരി. ബാക്കി എല്ലാവർക്കും ഉൾപ്പെടെ അല്ല, അത് നമ്മളിപ്പോ പറയുന്നില്ലല്ലോ. അതിനൊക്കെ നമുക്ക് ഇതൊക്കെ എല്ലാം ഈശ്വര പരിവേഷം കൊടുക്കാം. ഞാനീ പറയുന്ന ഒന്നും ഈ ആ നിലയ്ക്കുള്ള സങ്കല്പത്തിലല്ല. അതെ, പച്ച മനുഷ്യന്റെ ഒരു അല്ല, മനുഷ്യൻ എന്തുകൊണ്ട് ഈ നിയമങ്ങൾ വന്നപ്പോൾ ഈ തരം ക്ലാസ്സുകൾ അതിനകത്ത് ഉപയോഗിച്ചു. When a spouse is alive, you are not entitled to have another. അതിനകത്ത് ഞാൻ ചിലപ്പോൾ അത്ഭുതപ്പെട്ടിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, സ്പൗസ് ഈസ് എലൈവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ സ്പൗസ് ഒരു വട്ടു കേസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കേസ് കൊടുത്ത് ഡൈവേഴ്സ് മേടിക്കണം. അത് ശരി. അല്ലാതെ നിങ്ങൾക്ക് ഉടനെ ഒന്ന് കോൺട്രാക്ട് ചെയ്യാനൊക്കില്ല. ഇവിടെ ആണെങ്കിലോ ഈ 5 പേരും കൂടി അതിനകത്ത് യഥാർത്ഥത്തിൽ പാഞ്ചാലി കല്യാണം കഴിച്ച ഒരാളിനെ ഉള്ളൂ. അർജുനല്ലേ കല്യാണം. അവിടെ സത്യം പറഞ്ഞാൽ ആ മത്സരം തന്നെ ഒരു തരത്തിലൊരു അപമാനിക്കൽ അവിടെ നടന്നിട്ടുണ്ട്. കർണനെ അപമാനിക്കാൻ കൂടെ ആണത് ചെയ്തത്. കാരണം ദുര്യോധനൻ ഒരിക്കലും ഒരു വില്ലാളികരനല്ല. അദ്ദേഹം ഗദാധാരിയാണ്. ഗദാധാരിക്ക് ഒരു മത്സരം വെച്ചിരുന്നെങ്കിൽ ദുര്യോധനനെ കൊണ്ടുപോയാണ്. പിന്നെ ദുര്യോധനൻ ഗദാധാരിയല്ല, പകരം കർണൻ വരുന്നു. കർണനെ അവിടെ വെച്ച് സൂതപുത്രനായതുകൊണ്ട് കല്യാണം കഴിക്കില്ല എന്ന് പറയും. അത് മത്സരത്തിന് മുമ്പ് പറയുന്നതുമില്ല.